ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോൻ്റെ തൊട്ട് മുമ്പായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, നമ്മൾ ഹാമ്പർ സെറ്റ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസത്തെ കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മൾ എൻഗേജ്മെൻറ്റിന് നിക്കാഹിനൊക്കെ വേണ്ടിയിട്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഹാമ്പറും സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി വെച്ചിട്ട് ഞങ്ങളിതാ പോവുകയാണ്. നമ്മളിവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ പെണ്ണിൻ്റെ വീട്. നമ്മൾ കൽപ്പറ്റന്ന് കുറച്ച് ദൂരം തന്നെ ഉള്ളൂ. അപ്പോൾ അതാ അവിടേക്ക് എത്തിയിട്ട് അതിൻ്റെ പകുതി വഴിയിൽ എല്ലാവരും ഒത്തുകൂടാൻ വേണ്ടിയിട്ട് വണ്ടിയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ അതാ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ കുടുംബത്തിലൊക്കെ ഇങ്ങനെ ഒരു പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മളെല്ലാവരും ഒന്ന് ഒത്തൊരുമിച്ച് എല്ലാവരും ഒന്ന് കാണുക, എല്ലാവരും സന്തോഷം പങ്കിടുക. അതൊക്കെ തന്നെ ഇങ്ങനെയുള്ള ഒരു പരിപാടി കൊണ്ട് നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും വിളിക്കുക, എല്ലാവരും പങ്കെടുക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഞാൻ ഒരു കാര്യങ്ങളും മിസ്സാക്കാറുമില്ല കേട്ടോ. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ എന്തെങ്കിലും ഇങ്ങനെ ഒത്തുകൂടുന്ന ഒരു പരിപാടി ഉണ്ടെങ്കിൽ കഴിയുന്നതും പോകാൻ ശ്രമിക്കലുണ്ട്. എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ കൂടാൻ. അപ്പോൾ അതാ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവരെയും കാണുക, സംസാരിക്കുക, പിന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ചതിന് ശേഷം അതാ നമ്മൾ ഹാമ്പറൊക്കെ കൈമാറാണ്. അതാ ഓരോരുത്തരായിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള കുടുംബക്കാർ അങ്ങനെയാണ് കേട്ടോ ഇത് കൊടുക്കുക. ഇതാണ് കേട്ടോ അമ്മായി മരുമോക്ക് ഇതാ നമ്മൾ കൊണ്ടുപോയിട്ടുള്ള ഡയമണ്ടിൻ്റെ നെക്ലേസൊക്കെ കെട്ടിക്കൊടുക്കുന്നു, മോതിരിട്ട് കൊടുക്കുന്നു, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ആണുങ്ങളൊക്കെ പിന്നെ നിക്കാഹിന് വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. ഞങ്ങൾ ആ ടൈമിൽ ഇതൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഓരോരുത്തരും കൊണ്ടുപോയിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എല്ലാവരും കാണുക, സംസാരിക്കുക, അങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ടൈമായിട്ടാണ് കേട്ടോ അവർ നിക്കാഹൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ളത്. പിന്നെ നിക്കാഹ് കഴിഞ്ഞ് വന്ന് പിന്നെ ചെക്കൻ്റെ അടുത്തേക്ക് പെണ്ണിനെ കൊണ്ടുപോവുകയാണ്. ആ ഒരു രംഗമാണ് കേട്ടോ ഇത്. അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല പാട്ടൊക്കെ വെച്ച് അടിപൊളിയായിട്ടാണ് കേട്ടോ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഇതാണ് കേട്ടോ മാമൻ്റെ മോൻ. നല്ല ഡാൻസും പാട്ടും കളികളും ഒക്കെ ആയിട്ടാണ് കേട്ടോ പെണ്ണിനെ കൊണ്ടുവന്നിട്ടുള്ളത്. നല്ലോണം കളിക്കുന്നുണ്ട് കേട്ടോ ആ കുട്ടികൾ. പുതുമാരൻ അമീറിൻ്റെ പൂമാല ചൂടിയ പെണ്ണ്, നെഞ്ചത്തിൽ ഇടിപ്പുണ്ടോ കരളുള്ളിൽ തുടിപ്പുണ്ടോ, പഞ്ചാരച്ചിരിയുള്ള സിനുമോളാണ്. പുതുമാരൻ അമീറിൻ്റെ പൂമാല ചൂടിയ പെണ്ണ്, നെഞ്ചത്തിൽ ഇടിപ്പുണ്ടോ കരളുള്ളിൽ തുടിപ്പുണ്ടോ, പഞ്ചാരച്ചിരിയുള്ള സിനുമോളാണ്. പുതുമാരൻ അമീറിൻ്റെ പൂമാല ചൂടിയ പെണ്ണ്. പിന്നെ എല്ലാവരും നിന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ്. ഇത് പിന്നെ മാമനും ഫാമിലിയാണ്. അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫോട്ടോ എടുക്കാൻ ഇത് അവളുടെ ഫാമിലിയാണ് പെണ്ണിൻ്റെ. അങ്ങനെ ഓരോരുത്തരും നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കുന്ന ആ ഒരു സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാ തരം ഫുഡുകളും ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ഫുഡ് തന്നെയായിരുന്നു. മന്തി ഉണ്ട്, നെയ്ച്ചോറുണ്ട്, അതിനുള്ള കറികളും ചപ്പാത്തി, വെള്ളയപ്പം, ബീഫ്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. എല്ലാം ഓരോന്നായിട്ടും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെയായിരുന്നു. എല്ലാവരും നല്ല ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അവിടുന്ന് തിരിച്ച് പോരുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോവാതെ അവിടുന്ന് നേരെ ലക്കിടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് എത്തിയിട്ടുള്ളത്. അവിടെ ഹനാൻ ഷാ ഒരു പാർക്കിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ടാൻസാനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്വഞ്ചർ പാർക്കാണിത്. അടിപൊളി പാർക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇനാഗുറേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹനാൻ ഷാൻ്റെ അനിയനൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഹനാൻ ഷാനെ ഒന്ന് കാണാൻ. പിന്നെ ആ പാർക്ക് കാണാൻ അങ്ങനെയുള്ള ആ ഒരു സന്തോഷത്തിൽ അങ്ങനെ ഗാനമേളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ തീരാനായ ടൈമിലാട്ടോ നമ്മൾ അവിടെ എത്തിയിട്ടുള്ളത്. പിന്നെ കൂടുതൽ പാട്ടുകളൊന്നും നമ്മൾ കേട്ടിട്ടില്ല. പിന്നെ നമ്മളെല്ലാവരും അവരുടെ കൂടെയൊക്കെ നിന്ന് ഓരോ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടക്കുകയാണ് കേട്ടോ. മാമൻ്റെ മോൻ്റെ ഫ്രണ്ട്സും അവരെ വൈഫും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓരോ കൗതുകങ്ങൾ നിറഞ്ഞിട്ടുള്ള സാധനങ്ങൾ വിൽക്കാനുള്ള ഒരുപാട് സ്റ്റാളുകൾ അവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഓരോ സ്റ്റാളുകളും കാണാൻ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി പോയിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളും ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അവിടെ ഇരുന്ന് സംസാരിക്കാനും പിന്നെ നമ്മൾ ഫുഡൊക്കെ ആണെങ്കിലും എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.
ഓരോ സ്റ്റാളുകളിലും നല്ല അടിപൊളി പാർക്ക് തന്നെയാണ്. അപ്പോൾ എന്തായാലും വണ്ടിയിലെ നൗഷാക്ക് വന്നിട്ട് എന്തായാലും അവിടെ ഒന്ന് പോകണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടാണ് കേട്ടോ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ നോക്കി നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് ആർക്കും ചായ വേണ്ട, എന്തെങ്കിലും ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് കുൽഫി പിന്നെ കോൺ ഐസ്ക്രീം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണല്ലോ ഇങ്ങനെ ആ ഒരു ടൈമിൽ എല്ലാവരും കൂടി ഇങ്ങനെ കഴിക്കുമ്പോൾ. എനിക്കാണെങ്കിൽ നല്ല ജലദോഷമുണ്ട്, എന്നാലും വേണ്ടിയില്ല ഒരു കുൽഫി ഞാനും കഴിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ജലദോഷം പിടിച്ച് കഴിഞ്ഞാൽ അപ്പം ചുമ വരും, ആ ഒരു പേടിയേ ഉള്ളൂ. അപ്പോൾ ഷായ്ക്ക് ചായ മതി പറഞ്ഞിട്ട് അവന് ചായയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഷായിൻ്റെ ഫ്രണ്ട്സും പിന്നെ അവരുടെ വൈഫും കുട്ടികളൊക്കെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല, അവരൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വാല്യബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെ ആയാലും ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.